കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളെപ്പറ്റിയും വെളിപ്പെടുത്തലുകളെപ്പറ്റിയുമൊക്കെ നമുക്കെല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. ഒരു ഭരണപക്ഷ MLA തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ അധോലോക പ്രവർത്തനങ്ങൾക്കെതിരായി പൊതുയോഗങ്ങൾ നടത്തുന്ന പശ്ചാത്തലമാണ് സംസ്ഥാനത്തിനകത്തുള്ളത്. അതിനകത്തെ ഏറ്റവും ഗുരുതരമായ രണ്ട് വിഷയങ്ങൾ, ഒന്ന് ഒരൊറ്റ BJP MLA പോലും ഇല്ലാത്ത ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം പരിപൂർണമായി RSS നിയന്ത്രണത്തിലാണ് എന്നുള്ളതാണ്. കേരളത്തിൽ RSSൻ്റെ ഏറ്റവും അധികം ശാഖകൾ പ്രവർത്തിക്കുന്നത് CPM-നകത്താണ്. ഏതെങ്കിലും ആൽത്തറയിലോ അമ്പലപ്പറമ്പിലോ ഉള്ളതിനേക്കാൾ കൂടുതൽ RSS പ്രത്യയശാസ്ത്രം പേറുന്ന ആളുകളെ നമുക്ക് CPM നേതൃത്വത്തിനകത്ത് കാണുവാൻ കഴിയുന്നു എന്നുള്ള അപകടകരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണ്. ഇപ്പോൾ BJPയോട് കേരളം വെച്ചു പുലർത്തുന്നൊരു മതേതരത്വം നിറഞ്ഞ ഐത്തമുണ്ട്. ആ ഐത്തം CPM-നോടുകൂടി പ്രതിഫലിപ്പിക്കേണ്ട ഒരവസ്ഥയിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ RSSകാർ നടത്തുന്ന അതേ തരത്തിലുള്ള ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള പ്രസ്താവനകൾ അഭിമുഖം രൂപേണ മാധ്യമങ്ങളിലൂടെ കൊടുക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഉദാഹരണം എടുത്താൽ, പിന്നീട് ഒരുപാട് വിവാദമുണ്ടായപ്പോൾ മുഖ്യമന്ത്രി എന്തോ തിരുത്തൽ വരുത്തിയെന്ന് ഒഴിച്ചാൽ, ദ ഹിന്ദു പോലെ രാജ്യത്ത് വലിയ പ്രചരണമുള്ളൊരു മാധ്യമത്തിനകത്ത് അങ്ങേയറ്റം ഇസ്ലാമോഫോബിക് ആയിട്ടുള്ളൊരു പ്രസ്താവന മുഖ്യമന്ത്രിയുടേതായി വരികയാണ്. മുഖ്യമന്ത്രി പറയുകയാണ്, കേരളത്തിനകത്ത് തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിം സംഘടനകൾക്കെതിരായിട്ട് പ്രവർത്തിച്ചാൽ അത് ഇസ്ലാം മതത്തിനെതിരായി പ്രവർത്തിച്ചതായി അവർ ചിത്രീകരിക്കുന്നു. അതിനുദാഹരണമായി അദ്ദേഹം ഉദാഹരിക്കുന്നത് സംഘപരിവാറുകാർ ദുഷ്ടലാക്കോടുകൂടി നിരന്തരമായി വേട്ടയാടുന്ന മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിൽ 180 കിലോഗ്രാം സ്വർണം, 123 കോടി രൂപ വിലമതിക്കുന്ന സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട ഉദാഹരണമാണ് അദ്ദേഹം ഉദാഹരിക്കുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആധികാരികമായി പറയുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കണം, കേരളത്തിൽ തീവ്രവാദ സ്വഭാവമുള്ള ആ മുസ്ലിം സംഘടന ഏതാണ്, അത്തരത്തിൽ എത്ര കേസുകളാണ് സംസ്ഥാനത്തിനകത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്, തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിം സംഘടനകളിൽ പ്രവർത്തിച്ച എത്ര ആളുകളെ സംസ്ഥാന സർക്കാർ 8 വർഷത്തിനിടയിൽ പിടിച്ചിട്ടുണ്ട്, അതിൽ ആരെ പിടിച്ചപ്പോഴാണ് അത് ഇസ്ലാമിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമായി ചിത്രീകരിക്കപ്പെട്ടത്. ഇത്രയും കാര്യങ്ങൾ മുഖ്യമന്ത്രി വ്യക്തത വരുത്തണ്ടേ? അതല്ല സ്വർണ്ണക്കടത്താണ് മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട കൺസേൺ എങ്കിൽ, കേരളത്തിനകത്ത് ഏറ്റവും പ്രമാദമായ സ്വർണ്ണക്കടത്ത് കേസ്, ആ കേസിനകത്ത് 100-ലധികം ദിവസം ജയിലിൽ കിടന്ന മുഖ്യമന്ത്രിയുടെ പഴയ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ മലപ്പുറം ജില്ലക്കാരനാണ്. മുഖ്യമന്ത്രിയുടെ സുഹൃത്തായ ശ്രീമതി സ്വപ്ന സുരേഷ് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ, വേറെ ആരും അങ്ങനെ ഒരു സ്വർണ്ണക്കടത്ത് നടത്തിയതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല, ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ സ്വർണ്ണക്കടത്ത് നടത്തിയ മുഖ്യമന്ത്രിയുടെ അടുത്ത സുഹൃത്തായ ശ്രീമതി സ്വപ്ന സുരേഷ് മലപ്പുറം ജില്ലക്കാരിയാണ്. അപ്പോൾ ഒരു ജില്ലയെ, ഒരു മതത്തെ വളരെ ബോധപൂർവമായി ആക്രമിക്കാനുള്ള സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി മുഖ്യമന്ത്രി കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ പൂരം പോലെ മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക മഹോത്സവത്തെ കളങ്കപ്പെടുത്തിക്കൊണ്ട് BJPക്ക് സീറ്റ് കൊടുക്കുവാൻ, BJPക്ക് ഒരു സീറ്റ് ജയിക്കുവാൻ ഉള്ള പശ്ചാത്തലം മുഖ്യമന്ത്രി ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളാണ് വിശ്വാസത്തിൻ്റെയും ഹിന്ദുമതത്തിൻ്റെയും ഒക്കെ സംരക്ഷകരെന്ന് പറയുന്ന BJPക്കാർ പൂരം കലക്കിയാലും ഞങ്ങൾക്കൊരു സീറ്റ് ജയിച്ചാൽ മതി എന്ന് പറയുമ്പോൾ എന്ത് വിശ്വാസമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്? അപ്പോൾ ഇതടക്കമുള്ള ആക്ഷേപങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ നേരത്തെ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചതാണ്. കേരളത്തിനകത്ത് ഏറ്റവും കളങ്കിതനായ, ഇപ്പോൾ ഭരണപക്ഷ MLAയുടെ ഭാഷ ഞാൻ കടമെടുക്കുന്നില്ല, ദാവൂദ് ഇബ്രാഹിം ഞാൻ വിളിക്കുന്നില്ല, കേരളത്തിനകത്തെ IPS റാങ്കുള്ള കൊടിസുനിയായ ADGP അജിത് കുമാർ, ആ അജിത് കുമാറിനെതിരായിട്ടൊരു MLA ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു MLA നിലമ്പൂർ പോലെ CPM-ന് മുൻകാലത്ത് ജയിച്ച പശ്ചാത്തലമില്ലാത്തൊരു മണ്ഡലത്തിൽ നിന്ന് MLA ആകുന്നൊരു വ്യക്തി, ആ വ്യക്തി ഇത്രയെല്ലാം വ്യാജ പ്രചരണങ്ങളിലൂടെയാണ് ആ സീറ്റ് CPM ആ വ്യക്തിയെ ജയിപ്പിച്ചതെന്ന് CPM-ന് തന്നെ അറിയാമല്ലോ. അങ്ങനൊരു വ്യക്തിയെ ഒരു ADGPക്കെതിരായിട്ട് മുഖ്യമന്ത്രി ഒരു ജിയോയിലൂടെ
വകുപ്പ് മാറ്റുവാൻ കഴിയുന്നൊരു ഉദ്യോഗസ്ഥനെതിരായിട്ടൊരു ആക്ഷേപം ഉന്നയിച്ചിട്ട് ഞങ്ങൾക്കൊരു MLA പോയാലും വേണ്ടില്ല ആ ADGPയെ സംരക്ഷിച്ച് നിർത്തണമെന്നൊരു മുഖ്യമന്ത്രി തീരുമാനിക്കുമ്പോൾ അത് എന്ത് തരം താല്പര്യമാണ്? അപ്പോൾ RSSനോടുള്ള പ്രതിബദ്ധതയാണ് മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികൾ എല്ലാ SP ഓഫീസുകളിലേക്കും മാർച്ച് നടത്തി. അടുത്ത ദിവസം ജില്ലാ യൂത്ത് ലീഗ് കമ്മിറ്റി SP ഓഫീസുകളിലേക്കും പോലീസ് ആസ്ഥാനങ്ങളിലേക്കും മാർച്ച് നടത്തുന്നുണ്ട്. സംയുക്ത സമരം എന്ന നിലയിൽ UDF YFന്റെ ആഭിമുഖ്യത്തിൽ നിയമസഭ സമ്മേളിക്കുന്ന ഒക്ടോബർ മാസം 8-ാം തീയതി നിയമസഭയിലേക്ക് ഒരു വലിയ യുവജന പ്രക്ഷോഭം, ഒരു വലിയ യുവജന മാർച്ച് സംഘടിപ്പിക്കുവാനുള്ള തീരുമാനം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്.